ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏതാണെന്നറിയോ? ഏറ്റവും കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് തന്നെയാണ്. ഉത്തരം ഞാൻ പറയാം. അത് ചൈനയാണ്. നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ ഏഷ്യൻ രാജ്യമായ ചൈനയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ ചൈന എത്രയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ 3.38 ട്രില്യൺ ആണ് ചൈനയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ പിന്നാലെ ഉള്ള രാജ്യം എന്ന് പറയുന്നത് US ആണ്. അത് 2.02 ട്രില്യൺ US ഡോളറാണ് യു എസ് എയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതിന് പിന്നിൽ ജർമ്മനി ഉണ്ട്. അതിന്റെ 1.09 ട്രില്യൺ ആണ് ജർമ്മനിയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഈ എക്സ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട് അവരുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സ്ട്രാറ്റജിയുടെ പേരാണ് കറൻസി ഡിവാലുവേഷൻ. അപ്പൊ നമുക്കിന്ന് കറൻസി ഡിവാലുവേഷൻ പഠിക്കാം. വെൽക്കം. ഞാൻ കറൻസി ഡിവാലുവേഷൻ പ്രോപ്പറായിട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ ഒരു UPSC സിവിൽ സർവീസിന്റെ പ്രിലിംസിന്റെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കറൻസി ഡിവാലുവേഷനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് എന്നതാണ് നമ്മളുടെ ചോദ്യം. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഇഫക്റ്റ് ഓഫ് ഡിവാലുവേഷൻ ഓഫ് എ കറൻസി ഈസ് ദാറ്റ് ഇറ്റ് നെസസറിലി. അതായത് ഒരു കറൻസി ഡിവാല്യൂ ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് നെസസറിലി, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് കറൻസി ഡിവാലുവേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദ ഡൊമസ്റ്റിക് എക്സ്പോർട്സ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. അതായത് ഒരു ഫോറിൻ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ FM ഞാൻ കൊടുക്കുകയാണ്. ആ ഒരു ഫോറിൻ മാർക്കറ്റിന് മറ്റ് ഡൊമസ്റ്റിക് കൺട്രികളിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഡൊമസ്റ്റിക് എക്സ്പോർട്ടിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കൂടുന്നു, അതായത് ഡൊമസ്റ്റിക് എക്സ്പോർട്ട് കൂടുന്നു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻക്രീസ് ദ ഫോറിൻ വാല്യൂ ഓഫ് എ ഡൊമസ്റ്റിക് കറൻസി. അതായത് ഒരു കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. നമ്മൾ ഡിവാല്യൂ ചെയ്യുമ്പോൾ ഒരു കറൻസിയുടെ ഫോറിൻ വാല്യൂ കൂടുന്നു. മൂന്നാമത്തത് ഇറ്റ് ഇംപ്രൂവ്സ് ദ ട്രേഡ് ബാലൻസ്. ഇത് ഒരു രാജ്യത്തിന്റെ ട്രേഡ് ബാലൻസ് കൂട്ടുന്നു. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പം അതിന് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ടോപ്പിക് എന്താണെന്ന് പഠിക്കാം. വാട്ട് ഈസ് കറൻസി ഡിവാലുവേഷൻ? ഓക്കെ, കറൻസി ഡിവാലുവേഷൻ. ഓക്കെ, നിങ്ങൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞ സംഗതി, അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പത്രത്തിലൊക്കെ കാണുന്നതാണ്, അല്ലെങ്കിൽ നമുക്കറിയാം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1 USD ഈക്വൽ ടു 50 INR. ഇത് ശരിയല്ല, ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് ശരിയല്ല. എന്നാലും കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 1 USD ഈക്വൽ ടു 50 INR. ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇതൊരു എക്സ്ചേഞ്ച് റേറ്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USD തുല്യമായിട്ട് എത്ര ഇന്ത്യൻ റുപ്പി ഉണ്ട്? 50 ഇന്ത്യൻ റുപ്പി ഉണ്ട്. അതായത് ഒരു കറൻസി, ഒരു ഫോറിൻ കറൻസിയെ മറ്റൊരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കറൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കറൻസിയെ മറ്റൊരു ഫോറിൻ കറൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 USD ഈക്വൽ ടു 50 INR. ഇത് പഴയ കണക്കാണ്, ഇപ്പോഴത്തെ അല്ല. ഞാനൊരു നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ വാല്യൂ കണ്ടോ? ഇവിടെ നോക്ക്, നിങ്ങളെന്താ നോക്കിക്കേ. 1 USD ഈക്വൽ ടു 50 INR എന്ന് പറയുന്നത്. ഇവിടെ ഏത് കറൻസിക്കായിരിക്കും വാല്യൂ കൂടുതൽ, മൂല്യമുള്ളത് ഏത് കറൻസിക്കാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മൂല്യം കൂടുതലുള്ളത് നിങ്ങൾ നോക്കി. ഇവിടെ 1 USD ഈക്വൽ ടു 50 INR. ഇവിടെ 50 അല്ലേ? അപ്പൊ 50 അല്ലേ കൂടുതൽ, INR-നല്ലേ കൂടുതൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടെ നോക്കിക്കേ, നമ്മൾ ലോജിക്കലി പറയുമ്പോൾ ഒരു USD ഈക്വൽ ടു 50 INR. അതായത് നമ്മളുടെ രാജ്യത്ത് ഒരു $US നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 50 ഇന്ത്യൻ രൂപ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട്? അത് ഒരു $US നിങ്ങൾ 50 INR കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാണ്, ഒരു $US വിലയുള്ള ഒരു വസ്തു നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ 50 ഇന്ത്യൻ റുപ്പി. ദാറ്റ് മീൻസ് നമ്മളുടെ വാല്യൂ കുറവാണ്. ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വാല്യൂ കുറവാണ് അല്ലെ? ഇതല്ലേ എക്സ്ചേഞ്ച് റേറ്റ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ
ഇത്ര നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനി ഞാൻ കറൻസി ഡീവാലുവേഷനിലേക്ക് വരാം. കറൻസി ഡീവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഴ്സ് വെൻ എ കൺട്രി സെൻട്രൽ ബാങ്ക്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI. Central bank deliberately reduces the value of its domestic currency relative to foreign currencies under a fixed or managed exchange rate system. അതായത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാവുന്നതാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് അവരുടെ കറൻസിയുടെ, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഡെലിബറേറ്റ്ലി കുറയ്ക്കുന്നതിനാണ് നമ്മൾ കറൻസി ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ആ ഡെലിബറേറ്റ്ലി എന്നുള്ള ഓർക്കുക, അതൊരു സ്ട്രാറ്റജിക്കലി ചെയ്യുന്നതാണ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഉദാഹരണത്തിന് 2025 നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് $1 is equal to 50 INR ആണെന്ന് കരുതുക. ഓക്കെ, 2026 ആകുമ്പോഴത്തേക്ക് ഡിവാല്യൂ ചെയ്യും. ഡിവാല്യൂ ചെയ്യുമ്പോൾ ഈ $1 is equal to 60 INR ആയിട്ട് മാറും. ഓക്കെ, അപ്പം മൂല്യം കുറഞ്ഞു, 50-ൽ നിന്ന് 60-ലേക്ക് എത്തി. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു. ഈ പ്രോസസ്സാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ പെർ ഡോളർ, ഒരു ഡോളറിന് 50 രൂപ എന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു ഡോളറിന് 70 രൂപയായി മാറി. ഇതാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് എ കറൻസി ഫോൾസ്, അതായത് ഒരു കറൻസിയുടെ വാല്യൂ കുറയുന്നു. ഇതാണ് സാഹചര്യം. ദിസ് ഇസ് കറൻസി ഡിവാലുവേഷൻ. ഓക്കെ, ഇത്രയുള്ള പ്രോസസ്സ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് കൊണ്ട് എന്തൊക്കെ എഫക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡെലിബറേറ്റ്ലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലാക്കണം ഒരു രാജ്യത്തിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഇഫക്റ്റ് ഓഫ് കറൻസി ഡിവാലുവേഷൻ നോക്കാം. എക്സ്പോർട്സ് ബിക്കം ചീപ്പർ ഫോർ ഫോറിൻ ബയേഴ്സ്, അതായത് നമ്മളുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ചീപ്പറായിട്ട് മാറുന്നത്. നമ്മളുടെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ ചീപ്പറാണ്, വളരെ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ്പോർട്ട് ഇൻക്രീസസ്. When a currency is devalued, foreign buyers need fewer dollars or euros to buy the same goods. അത് സെയിം ഗുഡ്സ് മേടിക്കാൻ വളരെ കുറച്ച് പൈസ മതി, വളരെ കുറച്ച് ഡോളർ മതി. അതാണ് സൂചിപ്പിക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിയാട്ടെ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ $1 is equal to സിമ്പിൾ പ്രോബ്ലം എന്ന് എഴുതാം 50 INR നിൽക്കുകയാണ് അല്ലെ. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ഐറ്റം, ഒരു ടോയോ എന്തെങ്കിലും ഒരു ഐറ്റം 500 രൂപ വരെയുള്ള ഒരു ടോയ് നമ്മൾ നിർമ്മിക്കുന്നു നമ്മുടെ രാജ്യത്ത്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 500 രൂപ വരെയുള്ള ഒരു ടോയ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുക. നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയായിട്ട് മാറും? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡോളറിൽ എത്രയായിട്ട് മാറും ഇതിന്റെ വാല്യൂ? 500 ഡിവൈഡ് ബൈ 50 ഈസ് ഈക്വൽ ടു $10. ഓക്കെ, അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എത്രയാണ് ഇതിന്റെ വില? $10. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഈ പ്രൊഡക്റ്റ് നമ്മൾ US കൊടുത്തു, അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില എത്ര? ഇന്ത്യൻ റുപ്പി 500 രൂപയാണ്. ഇന്ത്യയിലെ വില 500 രൂപയാണ്. അവരെന്ത് ചെയ്യും? അതിന് തത്തുല്യമായ $10 നമുക്ക് തരും. കാരണം നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം എത്രയാണ് വരുന്നത്? $500 ഈസ് ഈക്വൽ ടു 10, സോറി, 500 റുപ്പീസ് ഈക്വൽ ടു $10 അല്ലേ? അങ്ങനെ വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? $10 കിട്ടി. ഇത് 2025 സാഹചര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവാല്യൂ ചെയ്യാൻ പോകുക കറൻസി. അതായത് $1 ഈസ് ഈക്വൽ ടു 50 എന്നുള്ളത് നമുക്ക് കുറച്ചിട്ട് $1 ഈസ് ഈക്വൽ ടു നമ്മൾ എത്ര ആക്കി? 70 INR ആക്കി മാറ്റി. നമ്മൾ ഡിവാല്യൂ ചെയ്തു. ഡിവാല്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സെയിം പ്രൊഡക്റ്റ്, അതായത് ഈ 500 രൂപ വിലയുള്ള സെയിം ഐറ്റം, 500 രൂപ അല്ല ഇതിന്റെ വില ഇന്ത്യയില്. ഓക്കെ, ഇത് നമ്മൾ വിൽക്കുകയാണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും? 500 ഡിവൈഡ് ബൈ 70. കാരണം 70 ആണല്ലോ നമ്മളുടെ
അപ്പോൾ എത്ര വരും? ഏകദേശം $7.14. അതായത് $10 വിലയുള്ള പാവയുടെ വില അല്ലെങ്കിൽ $10 വിലയുള്ള ടോയുടെ വില എത്രയായിട്ട് മാറി? $7.14 ആയിട്ട് മാറി. അപ്പൊ അമേരിക്ക നോക്കുമ്പോൾ പണ്ട് ഇവര് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്രയായിരുന്നു? $10 ആയിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ വില കുറഞ്ഞ് എത്രയായിട്ട് മാറി? $7.14 ആയിട്ട് മാറി. സോ അപ്പോൾ അവരെന്ത് ചെയ്യും? USA എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ അവരുടെ രാജ്യത്തേക്ക് അവർ ഇറക്കുമതി ചെയ്യും ഇന്ത്യയിൽ നിന്ന്. ദാറ്റ് മീൻസ് നമ്മുടെ എക്സ്പോർട്ട് കൂടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ബിക്കം ചീപ്പർ ഫോർ ഫോറിൻ ബയേഴ്സ്. അതായത് വിദേശ രാജ്യങ്ങളിലുള്ള ബയേഴ്സിന് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് കുറച്ചുകൂടെ ചീപ്പറായി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ എക്സ്പോർട്ട് കൂടും. ഒന്നാമത്തെ. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട്സ് ബിക്കം കോസ്റ്റ്ലിയർ. നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. അതെങ്ങനെയാന്നല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഐഫോണിന് മാർക്കറ്റിൽ $1000 ആണെന്ന് കരുതുക. ഓക്കെ, ഐഫോണിന് മാർക്കറ്റിൽ $1000. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? $1 ഈക്വൽ ടു 50 INR ആണ്. അപ്പം നമ്മളത് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ $1000 വിലയുള്ള സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇന്ത്യൻ റുപ്പി കൊടുക്കണം? 50,000 INR കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഐഫോൺ വാങ്ങാൻ പറ്റൂ. കാരണം അതിന്റെ മാർക്കറ്റിലെ വില എത്രയാണ്? $1000 ആണ്. ഓക്കെ, ഇത് സാധാരണ സാഹചര്യം. ഇത് 2025 കരുതുക. ഓക്കെ, 2026 ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? രാജ്യത്ത് RBI ഈ കറൻസി ഡിവാല്യൂ ചെയ്തിട്ട് $1 ഈക്വൽ ടു എത്രയായിട്ട് മാറ്റി? 70 INR ആയിട്ട് മാറ്റി. ഓക്കെ, അതായത് ഈ $1000 വിലയുള്ള ഐഫോൺ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 70 കൺവേർട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ എത്രയായി? 70,000 ഇന്ത്യൻ റുപ്പി കൊടുത്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ആ $1000 വിലയുള്ള ഐഫോൺ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ. സോ വില കൂടി. ഇവിടെ 50,000 കിടന്ന നമ്മൾ ആ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ 50,000 ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഡിവാല്യൂ ചെയ്തപ്പോഴത്തേക്ക് എത്ര ആയിട്ട് മാറി? 70,000 കൊടുക്കണം ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതോ ഇമ്പോർട്ട്സ് ബിക്കം കോസ്റ്റ്ലിയർ. ഇമ്പോർട്ട് വളരെ ചെലവേറിയതായിട്ട് മാറുന്നു. ആഫ്റ്റർ ഡിവാലുവേഷൻ മോർ കറൻസി ഈസ് നീഡഡ് ടു ബൈ ദ ഫോറിൻ ഗുഡ്സ്. എക്സാമ്പിൾ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്. നമ്മുടെ രാജ്യത്തും ഞാനൊരു ഐഫോണിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞെങ്കിൽ തന്നെ ഡിവാല്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കൂടും. നമ്മൾ ഇപ്പൊ ചിലപ്പോൾ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറൻസി ഡിവാല്യൂ ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. കാരണം എന്താ? നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് കുറച്ചുകൂടെ കോസ്റ്റ്ലിയായിട്ട് മാറും. ഇതൊരു എഫക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു എഫക്റ്റ് ആണ് ഡിവാലുവേഷന്റെ. മൂന്നാമത്തെന്ന് പറയുന്നത് കറൻസി ബിക്കം ലെസ് അട്രാക്റ്റീവ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. മറ്റൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറൻസി ബിക്കം ലെസ് അട്രാക്റ്റീവ് ടു ഫോറിൻ ഇൻവെസ്റ്റർ. ഒരു ഫോറിൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നമ്മുടെ കറൻസി എന്തായിട്ട് മാറും? ലെസ് അട്രാക്റ്റീവ് ആയിട്ട് മാറും. അതെങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആ സാഹചര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫോറിൻ കമ്പനി, ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കുറച്ച് പൈസ മുടക്കിയിട്ട് FDI എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരു രാജ്യത്തെ ഒരു കമ്പനി നമ്മുടെ രാജ്യത്ത് വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു $100 ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ചെറിയ കണക്ക് എടുക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? ആദ്യത്തെ 50 അല്ലേ? അപ്പൊ ഏകദേശം 5,000 രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ആക്ച്വലി അവർ ഇൻവെസ്റ്റ് ചെയ്ത് $100, പക്ഷെ കൺവേർഷൻ റേറ്റ് വരുമ്പോഴത്തേക്ക് എത്രയായിട്ട് മാറി? 5,000 രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 10% ആണെന്ന് കരുതുക. ഓക്കെ, ഇതിപ്പോ 2025 കാര്യം ഞാൻ പറയുന്നത്. 2025 അന്ന് $, എത്രയായിട്ട് നിൽക്കുകയാണ്? $1 ഈക്വൽ ടു 50 റുപ്പീസ് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ $100 ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഇന്ത്യൻ റുപ്പി 5,000 ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് അതിൽ നിന്ന് 10% പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടി. ഇത് എത്രയാണ്? 10% എന്ന് പറഞ്ഞാൽ 5,000ന്റെ 10% എത്രയാണ് വരുന്നത്? 500 രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? 500 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അവർ അതിനെ നേരെ ഡോളറിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? 500 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു $10 ആണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അവർ $100 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എത്ര കിട്ടി? $10 അവർക്ക് പ്രോഫിറ്റ് കിട്ടി. 2026 ആയപ്പോഴത്തേക്ക് ഇൻ 2026 നമ്മൾ എന്ത് ചെയ്യുന്നു? കറൻസി ഡിവാല്യൂ ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറി? $1 ഈക്വൽ ടു 70
INR ആയിട്ട് മാറി, ഡിവാല്യൂ ചെയ്ത സാഹചര്യം. അപ്പം പഴയ പോലെ തന്നെ അവർ $100 ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് എത്രയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും? ഇവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന എത്രയാണ്? 10% ആണ്. 10% വെച്ചാൽ എത്രയാണ്? 500 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അത് അവർ ഡോളറിലേക്ക് മാറ്റുമ്പോൾ 500 ഡിവൈഡ് ബൈ എത്രയാണ്? 70 അല്ലേ? എത്ര വരുന്നുണ്ട്? 70 എന്ന് പറയുമ്പോൾ ഏകദേശം 7.14 റിട്ടേൺ കിട്ടും. ഓക്കെ, ആദ്യം ഡിവാല്യൂ ചെയ്യുന്നതിന് മുമ്പ് $10 കിട്ടിയ ആളുകൾക്ക് ഡിവാല്യൂ ചെയ്തതിന് ശേഷം എത്രയാണ് അവർക്ക് കിട്ടുന്നത്? 7.14 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ റിട്ടേണിനകത്ത് അവർക്ക് കുഴപ്പം വന്നുകൊണ്ടിരിക്കും, റിട്ടേൺ കുറഞ്ഞു. ദാറ്റ് മീൻസ് ദ കറൻസി ബിക്കം ലെസ് അട്രാക്റ്റീവ് ടു ഫോറിൻ ഇൻവെസ്റ്റർ. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ അവർ 2025 കൊണ്ടുവന്ന അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് പിന്നെ വർഷാവർഷം 10% വെച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ 10% എന്ന് പറയുമ്പോൾ 2025 കറൻസി ഡിവാല്യൂ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് $10 കിട്ടി. പിറ്റേ വർഷം ആയപ്പോഴത്തേക്ക് 7.14 ആയി. ഇനിയും ഡിവാല്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും റിട്ടേൺ കുറയും. അവരെ സംബന്ധിച്ച്, അതായത് ഫോറിൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നമ്മുടെ കറൻസി ലെസ് അട്രാക്റ്റീവ് ആയിട്ട് മാറും. സോ ഡിവാലുവേഷൻ ക്രിയേറ്റ്സ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എമർജിംഗ് മാർക്കറ്റ്സ്, ഇഫ് എ ഫോറിൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് 1 million ആൻഡ് ദ ലോക്കൽ കറൻസി ഫോൾസ് ഷാർപ്പ്ലി, ദ റിട്ടേൺ ലോസ് വാല്യൂ വെൻ കൺവേർട്ടഡ് ബാക്ക് ടു ഡോളർ. അവർക്ക് കിട്ടുന്ന റിട്ടേണിനെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദിസ് മേക്സ് അവർ കറൻസി ലെസ് അട്രാക്റ്റീവ് ടു ഫോറിൻ ഇൻവെസ്റ്റർ. ഫോറിൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? കറൻസി ഡിവാലുവേഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോർട്ട് വർദ്ധിക്കും, പക്ഷെ അതിനകത്ത് ഇങ്ങനെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് ആ പഴയ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ ഇഫക്റ്റ് ഓഫ് ഡിവാലുവേഷൻ ഓഫ് എ കറൻസി ഈസ് ദാറ്റ് ഇറ്റ് നെസസറിലി improves the competitiveness of the domestic exports in the foreign market. ഫോറിൻ മാർക്കറ്റിൽ നമ്മളുടെ ഡൊമസ്റ്റിക് എക്സ്പോർട്ടിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കൂടുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, കൂടുന്നുണ്ടോ? യെസ്, കൂടുന്നുണ്ട് അല്ലെ? നമ്മളുടെ എക്സ്പോർട്ട് ചീപ്പർ ആവുന്നു അല്ലെ? നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ മാത്രമല്ല, മറ്റു രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. സോ മാർക്കറ്റ് എന്തായിട്ട് മാറുന്നു? കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ മത്സരിക്കേണ്ടതായിട്ട് വരുന്നു. Devaluation occurs when a government wishes to increase its balance of trade. Exports become cheaper and more competitive to foreign buyers. ഫോറിൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇതിനകത്തിലെ, അതായത് ഈ എക്സ്പോർട്ട് ബിസിനസ്സിലെ കോമ്പറ്റീറ്റീവ്നെസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഹയർ എക്സ്പോർട്സ് റിലേറ്റീവ് ടു ഇമ്പോർട്ട്സ് ക്യാൻ ഇൻക്രീസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആസ് ഇൻക്രീസ്ഡ് കൺസ്യൂമർ സ്പെൻഡിങ് ഓൺ ഡൊമസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹെറ്റ്സ് ഇറ്റ് ഇംപ്രൂവ്സ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദ ഡൊമസ്റ്റിക് എക്സ്പോർട്സ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്സ്. അപ്പം എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റില്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന്, ഓക്കെ, ഇപ്പൊ ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നു, ചീപ്പറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പം അവർക്ക് ആ ഒരു അവസരം കിട്ടുമ്പോൾ രണ്ടാമത്തെ കമ്പനിയും ഇന്ത്യയിൽ വരും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ത്യയുടെ മാർക്കറ്റിൽ, നമ്മളുടെ ഡൊമസ്റ്റിക് ഇന്ത്യയെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കമ്പനികൾ മുന്നിലേക്ക് വരുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്രീസസ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദ ഡൊമസ്റ്റിക് എക്സ്പോർട്സ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ്. അപ്പം ഒന്ന് വരുന്നത് മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, ഒന്ന് വരുന്നത് നമുക്ക് ഇനി ബാക്കിയൊക്കെ പോവാം. ഇൻക്രീസ് ദ ഫോറിൻ വാല്യൂ ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി. നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കൂടുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താണ്? സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. ഫോർ എക്സാമ്പിൾ $1 is equal to 60. സാധാരണ ഒരു എക്സ്ചേഞ്ച് റേറ്റ് $1 is equal to 60. ഡിവാല്യൂ ചെയ്യുമ്പോൾ $1 എന്തായിട്ട് മാറും? 75 rupees ആയിട്ട് മാറും. ദാറ്റ് മീൻസ് റുപ്പി ഹാസ് ലോസ്റ്റ് വാല്യൂ, നോട്ട് ഗെയിൻഡ്. ഹെൻസ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഇവിടെ എന്താ ഡിവാല്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയുന്നു. അപ്പോൾ ഇൻക്രീസ് ചെയ്യാന്നുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ 2 വരുന്നതൊക്കെ കട്ട് ചെയ്തോളൂ. അപ്പൊ ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. ഇനി 1 only 3 only നോക്കാം. ഇംപ്രൂവ്സ് ദ ട്രേഡ് ബാലൻസ്. ട്രേഡ് ബാലൻസ് കൂട്ടുന്നു. ട്രേഡ് ബാലൻസ് കൂട്ടുന്നു. ആദ്യം നമുക്ക് ട്രേഡ് ബാലൻസ് എന്താ നമുക്ക് പരിശോധിക്കാം. ട്രേഡ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. അതായത് നമുക്ക് എക്സ്പോർട്ട് കിട്ടുന്ന മൊത്തം തുകയിൽ നിന്നും
ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ച തുക കുറയ്ക്കുന്നതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 100 മില്യൺ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് 50 മില്യൺ ആണെന്നും കരുതുക. സോ ട്രേഡ് ബാലൻസ് ടി ബി ഈസ് ഈക്വൽ ടു 100 - 50 ഈക്വൽ ടു 50 മില്യൺ ആണ് ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഓക്കെ, ഇതൊരു പ്രാക്ടിക്കലി നമ്മൾ എഴുതേണ്ട ആൻസർ ആണ്. ഇവിടെ എക്സ്പോർട്ട് കൂടുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്, എക്സ്പോർട്ട് ഇവിടെ കൂടിക്കൊണ്ടേയിരിക്കും, എക്സ്പോർട്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കും ട്രേഡ് ബാലൻസ് കൂടുമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അതിനകത്തൊരു ചെറിയൊരു അപകടമുണ്ട്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഡീവാല്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇമ്പോർട്ട് ബിക്കം കോസ്റ്റ്ലിയർ. നമ്മളെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ അളവ് അല്ലെങ്കിൽ ആ തുക എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളത് പറഞ്ഞായിരുന്നു തുടക്കത്തിൽ. അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഡൊമസ്റ്റിക്കലി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ചില പ്രൊഡക്റ്റുകളുണ്ട്, ലൈക്ക് ക്രൂഡ് ഓയിൽ, ചില മെഷീൻസ്, ചില മെഡിസിൻസ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം ഇല്ലാത്തതാണ്. അപ്പൊ ചില അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ നമുക്ക് ഇറക്കേണ്ടതായിട്ട് വരും, കൂടുതൽ മെഷീൻസ് നമുക്ക് ഇറക്കേണ്ടതായിട്ട് വരും, ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ മെഡിസിൻസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇമ്പോർട്ട് കൂടും. ഇമ്പോർട്ട് കൂടുമ്പം ഇമ്പോർട്ട് ബില്ല് കൂടും. ദാറ്റ് മീൻസ് ഇമ്പോർട്ട് ബിൽ മേ റൈസ് ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ഇമ്പോർട്ട് ബിക്കം കോസ്റ്റ്ലിയർ. നമ്മുടെ ഇമ്പോർട്ടിന്റെ അളവ് കൂടുമ്പം എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ബില്ലും കൂടുന്നു. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അതുപോലെ ചില സാഹചര്യങ്ങൾ നമ്മുടെ എക്സ്പോർട്ടും നമ്മുടെ ചില സപ്ലൈ കൺസ്ട്രെയിൻസ് കാരണം ചിലപ്പോൾ നമ്മുടെ എക്സ്പോർട്ടും കുറഞ്ഞെന്നിരിക്കാം. സോ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എന്താണ്, ഇൻകറക്റ്റ് ആണ്. മൂന്നാമത്തത്, അതായത് ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഇക്വേഷൻ വൈസ് നോക്കുമ്പോൾ സാധാരണഗതി ഡീവാല്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ട്രേഡ് ബാലൻസ് കൂടേണ്ടതാണ്. പക്ഷേ ഇവിടെ കൂടാൻ പ്രാക്ടിക്കലി അങ്ങനെ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഈ പറയുന്ന പോലെ നമ്മുടെ ഇമ്പോർട്ട് ചില സാഹചര്യങ്ങളിൽ കൂടും, കാരണം ഇമ്പോർട്ട് ഓൾറെഡി കോസ്റ്റ്ലിയർ ആണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചേക്ക്, ഇപ്പൊ നമ്മുടെ ഒരു വാർ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, ലോകത്തെമ്പാടും പാചകവാതക സിലിണ്ടറിന്റെ അവൈലബിലിറ്റി കുറയുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു സാധനത്തിന്റെ സപ്ലൈ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടുതൽ പ്രൈസ് വേണ്ടി വരും നമുക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്പോർട്ടിന്റെ ബില്ല് കൂടും, നമ്മൾ കൂടുതൽ പണം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറയുന്ന ട്രേഡ് ബാലൻസ് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഏതാണ്, 1 ഉള്ളിയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇതാണ് കറൻസി ഡീവാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പം കറൻസി ഡീവാലുവേഷൻ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റായിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകാൻ തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, ആശംസകൾ. താങ്ക് യു സോ മച്ച്.